കുട്ടിയെ മദ്രസയിൽ 1-ാം ക്ലാസ് ചേർത്തി, അല്ലെ 1 കഴിഞ്ഞ് 2-ലെത്തി. എന്നും തലേന്ന് തന്നെ പാട്ട് തുടങ്ങും, നാളെ ഞാൻ മദ്രസയിലേക്ക് പോകൂല, നാളെ ഞാൻ എന്തായാലും പോകൂല, അല്ലെ സ്കൂളിലേക്ക് നാളെ ഞാൻ പോകൂല. രാവിലെ തന്നെ കുട്ടിയെ വിളിച്ചുണർത്താൻ നേരത്ത് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ കരച്ചിലാണ്. എന്റെ കുട്ടി പോകുന്നില്ലെങ്കിൽ പോണ്ട, മോന് സ്കൂളിലേക്കും മദ്രസയിലേക്കൊന്നും പോണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെ നല്ലോണം പുറപ്പിച്ച് ഉറക്കലാണോ കുട്ടിയോടുള്ള വലിയ കാരുണ്യം? അല്ലെങ്കിൽ മോനെ മദ്രസയിലേക്ക് പോകാതിരിക്കാൻ പറ്റൂല, സ്കൂളിലേക്ക് പോകാതിരിക്കാൻ പറ്റൂല, എന്തായാലും എഴുന്നേൽക്കണം, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വിളിച്ചുണർത്തി മിസ്വാക്ക് ചെയ്യിച്ചു, മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു, ആ കുട്ടിക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആ കുട്ടിയെ മദ്രസയിലേക്ക് എത്തിക്കലാണോ സത്യത്തിൽ കുട്ടിയോടുള്ള ഏറ്റവും വലിയ കാരുണ്യം? ഏതാണ്? ആ മദ്രസയിലേക്ക് പോകൂല എന്ന് പറയുമ്പോ നിന്റെ മോന് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോണ്ട, കുട്ടി കടന്നുറങ്ങിക്കോളി എന്ന് പറയലാണോ കാരുണ്യം? അതാ കുട്ടിയോട് കാണിക്കുന്ന ക്രൂരതയാണ്. പക്ഷെ ആ സമയത്ത് കുട്ടിക്ക് മനസ്സിലാവോ? ആവോ? ഇല്ല. കുട്ടിയെ ഈ സമയത്ത് വിളിച്ചുണർത്തി കഷ്ടപ്പെടുത്തി മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഈ ഉമ്മക്കും ബാപ്പക്കും എന്താണ് താല്പര്യമല്ല? എന്റെ പൊന്നുമോന് നല്ല ഭാവിയുണ്ടാവണം, അവനെല്ലാ അർത്ഥത്തിലും വിദ്യാസമ്പന്നനാവണം, വിദ്യ കിട്ടിയാലേ സംസ്കാരമുണ്ടാകൂ, ആഖിറം രക്ഷപ്പെടൂ, ഈ ചിന്തയിലാണ് ഏറെ ത്യാഗം സഹിച്ചും ഈ ഉമ്മയും ഉപ്പയും കുട്ടിയെ പറഞ്ഞയക്കുന്നത്. നീ പോന്നില്ലേ പോണ്ട, വേണേ പോയാ മതി, ഇങ്ങനെയാണ് ഒരു ബാപ്പയും ഉമ്മയും പറയുന്നതെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ വലിയൊരു സ്നേഹമൊന്നും ആ കുട്ടിയോട് ഈ വാപ്പാക്കും ഉമ്മാക്കും ഇല്ലാന്ന് പറയേണ്ടി വരും. അപ്പൊ ശ്രദ്ധിക്കണം, മടിയനായ ഒരു പുത്രനെ ചിലപ്പോൾ ശിക്ഷിക്കുന്നത്, ചിലപ്പോൾ വഴക്ക് പറയുന്നത് ആ കുട്ടിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അത് ആ കുട്ടിക്കും പിന്നീട് ഹൈറായിരിക്കും. അതാ കുട്ടിക്ക് നല്ല ഭാവിയുണ്ടാവാൻ കാരണമാകും. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്തെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉദ്ദേശിച്ചതൊക്കെ എനിക്ക് കിട്ടലാണെന്ന് ചിന്തിക്കരുത്. പരലോകത്ത് പരിപൂർണ രക്ഷ കിട്ടാൻ ഞാൻ ഈ ദുനിയാവിൽ ഏത് വഴിക്ക് നീങ്ങണോ ആ വഴിക്കെന്റെ റബ്ബെന്നെ നടത്തലാണ്. എന്നോടുള്ള റബ്ബിന്റെ ഏറ്റവും വലിയ കാരുണ്യമെന്ന് ചിന്തിക്കാൻ കഴിയണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം അല്ലാ, വിധി നൽകണേ അല്ലാ.